നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ചലച്ചിത്ര അക്കാദമി ഉണ്ടായ കാലം മുതൽ, PRDയിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി മാറ്റിക്കൊണ്ടിരുന്ന കാലം മുതൽ, ആദ്യത്തെ ചലച്ചിത്രോത്സവം മുതൽ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്രോത്സവം വരെ 29 വർഷവും പങ്കെടുത്ത ആളാണ് ഞാൻ. 29 വർഷവും. ഇപ്പോൾ ഡിസംബറിൽ 30ാമത്തെ വർഷമാവും. ജനകീയനായ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടൂർ ഗോപാലകൃഷ്ണൻ സാറായാലും, ഷാജിയൻ കരുണായാലും, പ്രിയദർശനായാലും, രാജീവ് നാഥായാലും, അങ്ങനെ രഞ്ജിത്തായാലും, ഇവരെല്ലാം ഒരു വരേണ്യവർഗത്തിൻ്റെ ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ പറയാം. വരേണ്യവർഗം ആണ്. അവർക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലംബ പ്രേമൻ എന്ന എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ, കഴക്കൂട്ടം പ്രേംകുമാർ, ഒരു ജനകീയനായിരുന്നു. ചലച്ചിത്ര അക്കാദമിയിലെ ജനകീയനായ ഏക ചെയർമാൻ അദ്ദേഹമായിരുന്നു എന്ന് പറയും. ഇപ്പോൾ പുതിയ ചെയർമാൻ വന്നല്ലോ, റസൂൽ പൂക്കുട്ടി. പൂക്കുട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നുവെങ്കിലും പൂക്കുട്ടിക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം ഓസ്കർ അവാർഡൊക്കെ വാങ്ങിയ ഹിന്ദിയിലെ വരേണ്യവർഗത്തിൻ്റെ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രേമൻ കുറച്ച് കാലമേ അയാൾക്ക് ചെയർമാനായിട്ട് കിട്ടിയുള്ളെങ്കിലും വൈസ് ചെയർമാനായിരുന്നപ്പോൾ പോലും അയാൾ വളരെ ജനകീയനായിരുന്നു. രഞ്ജിത്ത് കോഴിക്കോട്ട് താമസക്കാരനായതുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യവും വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് കിട്ടിയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, കലാനിലയം കൃഷ്ണൻ നായരുടെ മരുമകൻ, ആദ്യകാല നീലസാരിയോ ഏതൊക്കെയോ കലാനിലയം നിർമ്മിച്ച സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു രാജ്മോഹൻ, ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നം, കലാനിലയത്തിൻ്റെ മകളുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി, ഡൈവേഴ്സായി, അനാഥനെ പോലെ ആയിപ്പോയി. അയാൾ ജനറൽ ആശുപത്രിയിൽ കിടന്ന് മരിച്ചു, പ്രായാധിക്യം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും. മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല, ഭാര്യ അടക്കം ആരും. അങ്ങനെ അനാഥ ശവമായി കിടന്ന അവിടെ എനിക്കൊന്ന് സുരേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പ്രേംകുമാർ അന്ന് കോഴിക്കോട് ഫെസ്റ്റിവലുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് കോഴിക്കോട്ടായിരുന്നു. എന്നിട്ട് പോലും ഈ വിവരം അറിഞ്ഞുടൻ പ്രേം പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം. ഒരു അനാഥ ശവമൊന്നും അങ്ങനെ പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റില്ല. നാളെ പരാതികളൊക്കെ വന്നാലേ പോലീസിന് ഒരുപാട് തലവേദന ഉള്ളതാണ് ഈ അനാഥ ശവമായാൽ. പക്ഷേ പ്രേമൻ അതൊന്നും നോക്കിയില്ല. പ്രേമൻ അതങ്ങ് ഏറ്റെടുത്തു. അതുപോലെ മലയാള സിനിമ മറന്നുപോയ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ TP മാധവനെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നിന്ന് IFFK നടക്കുമ്പോൾ, ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ വേദിയിൽ കൊണ്ടുവന്ന് ആദരിച്ചു. അത് പ്രേമൻ ചെയ്തതാണ്. ഫിലിം ഫെസ്റ്റിവലിൽ അല്ല, ഇപ്പോൾ നടന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങി വന്ന മോഹൻലാലിന് സംസ്ഥാന ആദരവ് നൽകിയല്ലോ. ആ ചടങ്ങിലേക്ക് മോഹൻലാൽ വന്നു കഴിഞ്ഞു. എന്തോ കാര്യത്തിന് പ്രേംകുമാർ പുറത്തേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ വല്ലാതെ അവശയായി സങ്കടത്തോടെ നെഞ്ചിലൊരു ഫോട്ടോയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അവർ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രേമൻ ചോദിച്ചു, എന്താ പ്രശ്നം? അല്ല, ഈ സ്ത്രീക്ക് മോഹൻലാലിനെ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രേമൻ കിട്ടും, എന്താ പ്രശ്നം? അല്ല, ഞാനൊരു പടവുമായിട്ട് വന്നതാണ് ലാൽ സാറിന് കൊടുക്കാനായിട്ട്. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരികയാണ്. രാവിലെ 11 മണിക്ക് വന്നതാണ്, വൈകുന്നേരം 6 മണിക്കുള്ള പരിപാടിക്ക്. എന്നെ ഇവർ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും പഠിക്കാതെ പ്രേമൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ തടഞ്ഞു വയ്ക്കണേ? അവരൊരു ആരാധന കൊണ്ട് മോഹൻലാലിനൊരു ഫോട്ടോ കൊടുക്കണം, വരച്ചൊരു ഫോട്ടോ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, അതിന് തടയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രേമൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി മോഹൻലാലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന്, ലാലേട്ടാ, നിങ്ങളുടെ ഒരു ആരാധികയാണ്, നിങ്ങളുടെ ഒരു പടം വരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, രാവിലെ 11 മണിക്ക് ഇവിടെ എത്തിയതാണ്, ഇത്രയും നേരം നിങ്ങളെ കാത്തു നിന്നു, പക്ഷേ പോലീസുകാരും സംഘാടകരും ഒക്കെ തടഞ്ഞു. മോഹൻലാൽ വലിയ കാര്യത്തിൽ ആ ഫോട്ടോയൊക്കെ വാങ്ങി അവരെ കൂടെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടോ, നമ്മൾ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലേ മസിൽ പിടിക്കും, 2 ചുടുകട്ട എടുത്ത് കഷത്ത് വയ്ക്കും, ഭയങ്കര ജാട കാണിക്കും. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാഴ്ചകൾ. കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിന് ബെന്നി ആശംസ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഹൃത്തുണ്ടല്ലോ, ഓടിയില്ലെങ്കിൽ പോലും 5-6 പടം സംവിധാനം ചെയ്ത ആളാണ്. 100 പടങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ജീവൻ TVയുടെ കോട്ടയം ബ്യൂറോ ചീഫായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, വർഷങ്ങളോളം 10-40 വർഷം കൊണ്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്. അയാൾ വാസവനുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ വാസവൻ പറഞ്ഞിട്ട് ഒഫീഷ്യൽ ഏതോ ഒരു പോസ്റ്റിലേക്ക് ബെന്നിക്ക് കാർഡ് കൊടുത്തു ഒഫീഷ്യലായിട്ട്.
അപ്പോൾ ബെന്നിയുടെ കൂടെ ഒരു സ്ത്രീയും അതോ 2 സ്ത്രീയും ഒരു പുരുഷനും, അങ്ങനെ 4 പേര്, ഇവരെന്തായാലും 4 പേര്. അപ്പോൾ ഈ ഒഫീഷ്യൽ ബാഡ്ജുള്ളവർക്ക് 3 നേരവും 4 നേരവും ആഹാരം കിട്ടും സൗജന്യമായിട്ട് അക്കാഡമിയുടെ. കാരണം കോടിക്കണക്കിന് രൂപ പൊടിച്ച് കളയുന്നതാണല്ലോ ഈ ഫസ്റ്റ് ഇയർ. എത്ര ഊണ് വന്നു, എത്ര പേര് കഴിച്ചു, ഒന്നും അറിയില്ലല്ലോ. അവ എഴുതി കൊടുക്കണ ബില്യനല്ലോ കയറി പോണേ. അതിനിവിടെ തട്ടാൻ കുറേ പേരുണ്ട് എല്ലാ സെക്ഷനിലും. അപ്പോൾ ഉച്ചക്കുള്ള ആഹാരം കഴിക്കാനായിട്ട് കോട്ടയത്തു നിന്നൊന്നും താമസിക്കുന്നില്ലേ, ഭക്ഷണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കണം. ബെന്നിയും ആ മറ്റേ 3 പേരും കൂടെ ഫുഡിൻ്റെ കൂപ്പൺ വാങ്ങിക്കാൻ ചെന്നു അതിൻ്റെ ചുമതലക്കാരൻ്റെ അടുത്ത്. കൂപ്പൺ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പം ബെന്നി പറഞ്ഞിട്ട് ബെന്നിയുടെ അടുത്ത സുഹൃത്തായ ഒരാൾ, ഈ ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ ഭാരവും ചുമന്ന് നടക്കുന്ന ഒരുത്തൻ, ബെന്നിക്കൊന്നും കൂപ്പൺ കൊടുക്കണ്ട. ആദ്യം ബെന്നി വിചാരിച്ച് കളി പറയണം, അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയണം, നിനക്കൊന്നും ഇവിടെ കൂപ്പണില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മുമ്പ് വെച്ചു. ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കൂപ്പണാണേ. ചിലപ്പോൾ അന്ന് ആ ഊണ് കഴിഞ്ഞാൽ ഒരു 50 ഊണെങ്കിലും എടുത്ത് കളയുകയായിരിക്കും. ഒരു നഷ്ടവുമില്ലാത്തതാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരും പോലെ ഡയലോഗ് അടിച്ചു. ബെന്നിക്ക് ഭയങ്കര വിഷമം തോന്നി. ബെന്നി നേരെ പ്രേംകുമാറിനെ കണ്ടു, കാര്യം പറഞ്ഞു. അപ്പം ഞാനാണിപ്പോൾ ആ പോസ്റ്റ് ഇരിക്കുന്നത് വെച്ചു. ഞാൻ പറയാം, ബെന്നി വിഷമിക്കണ്ട, ഞാനത് അയാളെ തിരുത്തി വയ്ക്കാം കേട്ടോ, നാളെ മുതൽ അയാൾ ഇനി അങ്ങനെ വർത്തമാനം പറയില്ല എന്നേ പറയും. പക്ഷേ പ്രേമൻ അങ്ങനെയല്ല കാണിച്ചത്. പ്രേമൻ അപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ചു, ആ ആളിനെ വരാൻ പറയാൻ പറഞ്ഞു. ആൾ വന്നു, മുഴുവൻ ഭാരവുമായിട്ട് വന്ന് നിന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കിവിടെ എന്താ ജോലി? ജോലി പറഞ്ഞു ഇന്നതാണ്. പിന്നെ നിങ്ങളെന്തിനാ ഈ കൂപ്പൺ കൊടുക്കുന്നത് എന്ന്, ആർക്ക് ആഹാരം കൊടുക്കണം, ആർക്ക് ആഹാരത്തിൻ്റെ കൂപ്പൺ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങളാരാ? നിങ്ങളെ ജോലി ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് വിരട്ടി ഇറക്കി വിട്ടു. ഒരു പ്രേമനെ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നലെ 30ാമത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആലോചനാ യോഗത്തിന് വന്ന കോട്ടയത്ത് നിന്ന് വന്ന ബെന്നി എന്നോട് പറയാണ്, ദിനേശേ, മരിക്കുന്നത് വരെ ഞാൻ പ്രേംകുമാറിൻ്റെ മുഖം മറക്കില്ല. കാരണം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിമാനത്തിന് ഏറ്റ ക്ഷതം എൻ്റെ മുമ്പ് വെച്ച് അയാൾ തിരുത്തുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രേമനോട് ഭയങ്കര ബഹുമാനം തോന്നി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് ഫെഫ്കയുടെ ആയാലും ആക്ടയുടെ ആയാലും അക്കാഡമിയുടെ ആയാലും സാംസ്കാരിക വകുപ്പിൻ്റെ ആയാലും ആരുടെ ആയാലും ഒരു പാവപ്പെട്ടവൻ മരിച്ചെടുത്ത് അവരാരും ചെല്ലില്ല. കാരണം അവിടെ ക്യാമറ ഇല്ലല്ലോ. ക്യാമറ ഉള്ളിടത്ത് ഇടിച്ച് കയറി നിൽക്കും, മൃതദേഹത്തിൻ്റെ കാലിൻ്റെ അവിടെ കയറിയിരിക്കും, തലയുടെ അവിടെ കയറിയിരിക്കും, കാൽ അനങ്ങൂല അവിടെ കയറി നിൽക്കും. അത് രാഷ്ട്രീയക്കാരും ഉണ്ട് അങ്ങനെ ചില, എനിക്കറിയാം ആളുകളെയൊക്കെ. സിനിമാക്കാരും അങ്ങനെയാണ്. ഫ്രെയിമിൽ എവിടെ ക്യാമറ എവിടെ എടുക്കുമെന്നുണ്ടോ അവിടെ കയറിയും കുറ്റിയടിച്ച് നിൽക്കും. എന്നാൽ സിനിമയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ പാവങ്ങളുടെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരും ശ്രദ്ധിക്കില്ല. അവിടെ പ്രേമൻ ഒരു ഒറ്റയാനായിരുന്നു. ഞാൻ നെയ്യാറ്റിൻകര കോമളമ്മ മരിച്ച് നെയ്യാറ്റിൻകര ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നു പ്രേമൻ. നമുക്ക് അറിയപ്പെടാത്ത അല്ലെങ്കിൽ ക്യാമറകളില്ലാത്ത എവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ട്, അവിടെയൊക്കെ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടും ചെയർമാൻ്റെ പോസ്റ്റിലുള്ള ആളായിട്ടും നിൽക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, പ്രേമന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ഇനി നാളെ റസൂൽ പൂക്കുട്ടി അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, ആവാൻ സാധ്യതയില്ല. കാരണം റസൂൽ പൂക്കുട്ടി ബോംബെയിലാണ് ജീവിതം. അയാൾ വിദേശത്ത്, ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ, ഫിലിം ഫെസ്റ്റിവലിൽ, ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൽ അയാൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അയാൾ ആ സമയത്ത് ലണ്ടനിലോ എവിടെ ആയിരിക്കും. അങ്ങനെ തിരക്കിൽ നടക്കുന്ന ഒരാളിനൊന്നും അക്കാഡമി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്തായാലും പ്രേംകുമാർ ഒരു ജനകീയനായിരുന്നു. അയാളെ ഇറക്കി വിട്ട രീതി നന്നായില്ല. അയാൾ അറിയുന്നില്ല അയാൾ മാറുകയാണ്, പകരം റസൂൽ പൂക്കുട്ടി വരികയാണെന്നുള്ളൊരു വാക്കുപോലും അയാൾ അറിയുന്നില്ല. വൈസ് ചെയർമാനി മാറ്റി, ചെയർമാൻ്റെ പോസ്റ്റിൽ നിന്ന് മാറ്റുകയാണെന്ന് പറയണ്ടേ. സാംസ്കാരിക വകുപ്പ് മന്ത്രി പിറ്റേ ദിവസം എന്തോ ഇവിടെ ഒരു ചടങ്ങിൽ നിന്നുകൊണ്ട്, പ്രേമനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് വേറെ വലിയ പോസ്റ്റിൽ, നാണോണ്ടെങ്കിൽ പ്രേമ പോകരുതെന്ന് ഞാൻ പറയും. അയാളോട് പറയണ്ടേ, നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു, നിങ്ങൾക്ക് തന്നിരുന്ന ചുമതല നിങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു, പക്ഷേ പുതിയ ആൾ വരികയാണ്, റസൂൽ പൂക്കുട്ടി ഇത്രാം തീയതി എത്തും, 1-ാം തീയതി എത്തും, അക്കാഡമിയിൽ അയാൾ വരുമ്പോൾ റിസീവ് ചെയ്ത് നിങ്ങളുടെ കസേര മാറിക്കൊടുക്കണമെന്നൊരു മര്യാദയ്ക്ക് പറയണ്ടേ. പറഞ്ഞില്ല. എന്നിട്ട് പത്രങ്ങളും ചാനലുകളും പറഞ്ഞത് റസൂൽ പൂക്കുട്ടി വന്നപ്പോൾ പ്രേമൻ മുങ്ങിക്കളഞ്ഞു എന്നാണ്. പ്രേമം മുങ്ങിയല്ല, പ്രേമം അറിയണ്ടേ ഇങ്ങനെ വരികയാണെന്ന്. അത് വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, ആരാണ് കളിച്ചതെന്ന് എനിക്കറിയില്ല. അത് സാംസ്കാരിക വകുപ്പിൻ്റെ തലവനായ സജി ചെറിയൻ കളിച്ചതാണോ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയായ ദിവ്യ എസ് അയ്യർ കളിച്ചതാണോ, പാർട്ടി കളിച്ചതാണോ, ഒന്നും അറിയില്ല. ഗോവിന്ദ മാഷ് വിളിച്ച് പറഞ്ഞ് അയാളെ മാറ്റിക്ക് കേട്ടോ, റസൂൽ പൂക്കുട്ടി വരും എന്ന് പറഞ്ഞതാണ്. പക്ഷേ മാറ്റിക്കൊള്ളൂ, പക്ഷേ ആ ഒരു മര്യാദ കാണിക്കേണ്ട അയാളുടെ കാണിച്ചില്ല. അത് കഷ്ടമായിപ്പോയി, മോശമായിപ്പോയി എന്ന് ഞാൻ പറയും. ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു കലാകാരനോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നമസ്കാരം. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത്. ഞാൻ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, പണി നന്നായി മനസ്സിലായി നാളെ മുതൽ വരണ്ടാന്ന്, പണിക്ക് വരണ്ടാന്ന് പറഞ്ഞ പോലെ
കഴിഞ്ഞ വർഷം ഫിലിം ഫെസ്റ്റിവലും സിനിമാ അവാർഡും ഭംഗിയായി നടത്തി പിണറായി മന്ത്രിസഭയ്ക്കോ സാംസ്കാരിക വകുപ്പിനോ തെറിവിളി വാങ്ങി കൂട്ടിത്തരാതെ ഒരു നയതന്ത്രജ്ഞതയുള്ള ഭരണാധികാരിയാകാൻ തനിക്കാവും എന്ന് തെളിയിച്ച കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ ചാർജ് വഹിച്ചിരുന്ന പ്രേംകുമാറിനെ മാന്യമായി അല്ലാതെ പടിയിറക്കി വിട്ടു. പകരം റസൂൽ പൂക്കുട്ടിയെ പട്ടാഭിഷേകം നടത്തി. കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിച്ച നവംബർ 1 തലേ ദിവസം വൈസ് ചെയർമാൻ്റെ പോസ്റ്റിൽ കുക്കു പരമേശ്വരനെയും നിശ്ചയിച്ചു. റസൂൽ പൂക്കുട്ടിയോ കുക്കു പരമേശ്വരനോ മോശമൊന്നുമല്ല, പക്ഷേ ചെയ്ത പണി ഇതാണ്. ആ പോസ്റ്റിലിരിക്കുന്ന ആളിനോട് അല്ലെങ്കിൽ ആ ചുമതലയുള്ള ആളിനോട് നിങ്ങളെ മാറ്റുകയാണെന്നുള്ളൊരു വാക്ക് പറയണമായിരുന്നു. ഒന്നാമത് ഇനിയും ഈ മന്ത്രിസഭയ്ക്ക് 6 മാസമേ കാലാവധിയുള്ളൂ. ഈ 6 മാസം കൊണ്ട് റസൂൽ പൂക്കുട്ടി എന്ത് ചെയ്യാനാണ്? ഭരണ തുടർച്ചയുണ്ടാവും, അതുകൊണ്ട് അടുത്ത 3 വർഷവും റസൂൽ ഇരിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു വരട്ട് ന്യായമെന്നേ ഞാൻ പറയും. റസൂൽ പൂക്കുട്ടിയിൽ ആലോചിക്കണമായിരുന്നു, ഈ അവസാന കാലത്ത് 6 മാസത്തേക്ക് ഞാൻ എന്തിനു സാറേ, എന്നാൽ ഡിസംബറിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ പോലും ഇല്ല, എന്നെ എന്തിനാണ് സാറേ വെച്ചതെന്ന് റസൂലും ചോദിച്ചില്ല. കഷ്ടകാലത്തിന്, ഞാൻ അങ്ങനെ തന്നെ പറയും, കഷ്ടകാലത്തിന് UDF ആണ് ഭൂരിപക്ഷം നേടുന്നതെന്ന് വെച്ചോളൂ. നേടില്ല, അവരപ്പോൾ റസൂൽ പൂക്കുട്ടിയെ മാറ്റൂലേ? അപ്പോൾ 6 മാസത്തേക്കൊക്കെ വേണ്ടി പ്രേമനെ പോലെ ഒരു പാവം ഒരു ജനകീയനായ ഒരു കലാകാരനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. ചലച്ചിത്ര അക്കാദമിയുടെ 30ാം വാർഷികം ആഘോഷിക്കാൻ ഡിസംബറിൽ ആഘോഷിക്കുമല്ലോ, അതിന് പോകുന്ന കാലത്ത് ഒരു ഇൻ്റർനാഷണൽ ഫിഗറായി മാറിയ ഓസ്കാർ അവാർഡ് ജേതാവും മലയാളിയുമായ റസൂൽ പൂക്കുട്ടി അക്കാദമിയുടെ ചെയർമാനാകുന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതിലൊന്നും കുറവില്ല. പ്രേമനും പറയുന്നു, എന്നെക്കാൾ ഇത്ര ഉയരം നിൽക്കുന്ന ആളാണ് റസൂൽ ആ സീറ്റിൽ, അപ്പോൾ പ്രേമൻ ഇരുന്ന സീറ്റിലേക്ക് വരുന്നത് അതിനേക്കാൾ മുകളിലാവുമ്പോൾ പ്രേമനാണ് അതിൻ്റെ അഭിമാനം. ഒരു പണിയുമില്ലാത്തതിനാൽ ഡൽഹിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു കയറ്റാതെ കലിങ്കുകളിൽ മൈക്കിന് സാനിറ്റൈസർ അടിച്ചിരിക്കുന്ന സഹമന്ത്രിയെ പോലെ ബോംബെയിൽ ഒരു പണിയുമില്ലാതെ നഖം വെട്ടിയിരിക്കുന്ന ആളല്ല റസൂൽ പൂക്കുട്ടി. വല്ലപ്പോഴും തിരുവനന്തപുരം കാണാൻ വരുന്ന ഒരു ചെയർമാൻ മുമ്പ് അക്കാദമിക്കുണ്ടായിരുന്നു, നമ്മുടെ പ്രിയദർശൻ ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരുദ്ധ ചിന്താഗതിക്കാരനായിട്ട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ചെയർമാനായത് പ്രിയൻ ഗണേശന് നൽകിയ വേഷങ്ങളുടെ പ്രത്യുപകാരമായിരുന്നു എന്ന് ഞാൻ പറയും. ഗണേശൻ്റെ മാത്രം ചോയ്സാണ്. അങ്ങനെ അത് ഗണേശൻ്റെ ചോയ്സാണെന്നറിയാൻ നമ്മൾ പാഴൂർ പഠിപ്പര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഒരു വിസിറ്റിംഗ് ചെയർമാനായിരുന്നു പ്രിയദർശൻ. അക്കാദമിയിൽ നടക്കുന്ന ഒന്നും എനിക്കറിയണ്ട എന്ന ചിന്താഗതിക്കാരനായിരുന്നു പ്രിയൻ. കൈയിട്ട് വാരി നക്കേണ്ട ഗതികേടും പ്രിയനില്ലല്ലോ. ദൈവം വാരിക്കോരിയല്ലേ കൊടുത്തിരിക്കുന്ന കോടികൾ. അതുകൊണ്ട് തന്നെ ചെയർമാനായിരുന്ന കുറച്ചു കാലം പ്രിയൻ പേര് ചീത്താക്കിയതുമില്ല. തലയിൽ കണ്ണടയും വച്ച് പൂക്കുട്ടി എന്തത്ഭുതം സൃഷ്ടിക്കും അക്കാദമിയിലെന്ന് കാലം തെളിയിക്കട്ടെ. പ്രേംകുമാർ നനച്ചിരിക്കാതെ ചെയർമാൻ്റെ പോസ്റ്റ് വഹിച്ചതാണ്. രഞ്ജിത്തായിരുന്നല്ലോ ചെയർമാൻ. ഇരുന്ന ചുരുക്കം കാലം കൊണ്ട് ശങ്കർ രാമകൃഷ്ണനെ പോലെയുള്ള സ്വന്തം അസ്മാദികളെയും കൂട്ടി ആസ്ഥാനത്തുള്ള വാചകങ്ങൾ അടിച്ചും നന്നായി മദ്യപിച്ചും സജി ചെറിയാനുണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. ആരെ? രഞ്ജിത്ത്. എന്നിട്ടും സജി ചെറിയാൻ രഞ്ജിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. സ്പിൽബർഗ്, കുറസോവ, ആറ്റംബറോ, ഫെല്ലിനി തുടങ്ങിയ സംവിധായകരുടെ പട്ടികയിൽ കയറേണ്ട അല്ലെങ്കിൽ കാണേണ്ട സംവിധായകനാണ് രഞ്ജിത്ത് എന്നുവരെ സജി ചെറിയാൻ പറഞ്ഞു നോക്കി. രഞ്ജിത്ത് വിടുവോ? പിന്നെയും തലവേദന ഉണ്ടാക്കി. സ്വന്തം വീട്ടിലെ പട്ടി പോലും തന്നെ കണ്ടാൽ കുറയ്ക്കുന്ന കഥ വരെ പറഞ്ഞ് രഞ്ജിത്ത് വിവാദം ഉണ്ടാക്കി. കോഴിക്കോട്ടെ നിയമസഭാ സീറ്റോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പാർട്ടിയുടെ അവസ്ഥ എന്ന ചിന്താഗതിയായിരുന്നു പാർട്ടി സെക്രട്ടറി കൊടിയേരിക്കന്ന്. ആലും വായ്പ തന്നെ ഒരു എം എൽ എ ആയി മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ആളാണോ രഞ്ജിത്ത്? അല്ല. ഒരു പെണ്ണ് കേസിൽ രഞ്ജിത്ത് പെട്ടു. പിന്നെ ഒരു പയ്യനും അതിൽ കൂടെ തന്നെ അങ്ങ് കക്ഷി ചേർന്നു. രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റൊക്കെ വാങ്ങി വലിക്കുന്നത്ര സൗഹൃദമുണ്ടായ ഒരു ചേച്ചി കൈകളിലിട്ടിരുന്ന പച്ച വളകളിൽ ആകർഷനായി തൊട്ടു നോക്കിയത് രഞ്ജിത്തിന് പാരയായി. പിന്നെ ഒരു പയ്യനും വന്നു. കോഴിക്കോട്ടോ വയനാട്ടിലോ വെച്ച് ഒരു ചാൻസ് ചോദിച്ചാൽ തന്നില്ലെങ്കിലോ എന്ന് വെച്ച് അങ്ങ് ബാംഗ്ലൂരിൽ പോയി ഒരു നക്ഷത്ര ഹോട്ടലിൽ ചെന്ന് മുൻവശത്തൂടെ കയറിയാൽ കയറ്റിവിടില്ല എന്നുള്ളതുകൊണ്ട് പുറകിലൂടെ കയറി ചെന്ന് പീഡാനുഭവങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു പാവം പയ്യൻ.
എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവൻ പറയുന്ന ഹോട്ടൽ അന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഹോട്ടൽ പണിതിട്ടില്ല, ആ ഹോട്ടലിൽ ഇടിച്ച് പീഡിപ്പിച്ചതാണ് ഇവൻ പറഞ്ഞത്. 2 കേസും പോയി. ഇപ്പോൾ ആ സ്ത്രീ കൊടുത്ത കേസ് അവർ തന്നെ പിൻവലിച്ചു. അല്ല, കോടതി ഇതിലൊരു കഴമ്പുമില്ല നമ്മുടെ അടുത്ത് കളഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിരപരാധിയാണ്. ആ കാലാവധി പ്രേമനോട് പറഞ്ഞിട്ട് രഞ്ജിത്ത് തിരിച്ചു വരുന്നു, ചെയർമാൻ്റെ സീറ്റ് അങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പ്രേമന് വിഷമം ഉണ്ടാവില്ലായിരുന്നു. പീഡനങ്ങൾ എല്ലാം സഹിക്കാം. രഞ്ജിത്ത് തൻ്റെ കാമുകിക്ക് ഇവൻ്റെ എല്ലാം ലൈവായി കാണിച്ചു കൊടുത്തതിലായിരുന്നു ആ പയ്യൻ അന്ന് സങ്കടം. അവൻ പച്ചക്കല്ലേ പറഞ്ഞേ, എന്നെ ലൈവായിട്ട് കാമുകിക്ക് കാണിച്ചു കൊടുത്തു. ഒരു നടിയായിരുന്നില്ല കാമുകി. ചാനലുകളും യൂട്യൂബർമാരും ബേഷ ആഘോഷിച്ചു ഈ വാർത്ത. നല്ല ടൈമിങ്ങുള്ള സമയമായിരുന്നു. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ, മധു MT എന്നിവരൊഴികെ എല്ലാവരും നന്നായി പീഡിപ്പിച്ച ഒരക്കൻ വിവാദം കൊഴിപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ പയ്യൻ്റെ എൻട്രി. സംഗതി അങ്ങ് ഏറ്റു. ഇവിടെ ഇപ്പോൾ പോക്സോ കേസിൽ മദ്രാസിൽ കിടക്കുകയല്ലേ അഴിക്കകത്ത് അക്കൈ. MT സാറും അടൂർ സാറും മധു സാറും മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ പീഡിപ്പിക്കാതെ. ബാക്കി എല്ലാവരും എന്നെ പീഡിപ്പിച്ചതെന്ന് ചിരിച്ചോട് അക്കൈ. എൻ്റെ മുഖം കാണിച്ചില്ലെങ്കിൽ ഞാൻ അഭിമുഖം തരില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ത്രീയും അവരായിരിക്കും. അപ്പോൾ അവർ രംഗം കൊഴിപ്പിച്ച് മലയാള സിനിമയിൽ ഓരോരുത്തരുടെ പേരുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഓഫീസ് മുകേഷിൻ്റെ അച്ഛൻ മാധവൻ സാറിൻ്റെതാണെന്ന് വരെ പറഞ്ഞു. കാരണം ഞാൻ പീഡിപ്പിച്ചാൽ നിനക്ക് അമ്മയിൽ മെമ്പർഷിപ്പ്. അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു നടത്തുന്ന എന്താ പറയുക ഡ്രൈ വാഷിംഗ് കമ്പനി ഉണ്ടല്ലോ, അതുണ്ടാക്കിയ ആളിൻ്റെ അല്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ അപ്പൻ്റെ വകയാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞു ബാബു പീഡിപ്പിച്ചു. ഇങ്ങനെ ആരെല്ലാം എന്തെല്ലാം പറയാമോ അത്രയും അനാവശ്യങ്ങൾ പറഞ്ഞ ആ സ്ത്രീയായിരുന്നു. അവരിങ്ങനെ പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പയ്യൻ കോഴിക്കോട്ട് നിന്ന് എൻട്രി ആയത്. അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ സമയം മോശമായിരുന്നു എന്ന് പറയാം. കേസായി, ബഹളമായി. രഞ്ജിത്തിനൊപ്പം കമ്മിറ്റിയിൽ ഇരുന്നവർ തന്നെ പാളയത്തിൽ പടം നയിച്ച് ഫിലിം ഫെസ്റ്റിവൽ ചളകുളമാക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. അവസാനം രഞ്ജിത്ത് രാജിവെച്ചങ്ങ് പോയി. ഒരു മനോജ് ഖാന എന്നൊക്കെ പറഞ്ഞ ഒരു ഫിലിം ഫെസ്റ്റിവൽ അടക്കം സമാന്തര മീറ്റിങ്ങൊക്കെ കൂടി രഞ്ജിത്തിനെതിരെ, ചെയർമാനെതിരെ കമ്മിറ്റിക്കാർ തന്നെ മീറ്റിംഗ് കൂടുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചില്ലേ. കോളേജിൽ പഠിക്കുമ്പോൾ SFI നേതാവായി കൂകി തെളിഞ്ഞവനാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ടും SFIയും DYFIയും KSUവും ABVPയും എല്ലാം കൂടി കൂകി വെളുപ്പിച്ച് രഞ്ജിത്തിനെ രാജിവെപ്പിച്ചു. പകരം അന്ന് ഒരാളെ ചെയർമാനായി എടുത്തിരുന്നെങ്കിൽ അന്തസ്സുള്ള പണിയായേനെ. പകരം വൈസ് ചെയർമാനായ പ്രേംകുമാർ അപ്പോഴും വൈസ് ചെയർമാനെ ഇപ്പോഴും നിലനിന്നെ. ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഒരു വട്ടം ഇരിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമുള്ള, അതിന് യോഗ്യതയുള്ള ഒരാൾ മലയാള സിനിമയിലുണ്ട്. സാക്ഷാൽ CB മലയിൽ. ഞാൻ ഇനി പറയുമ്പോൾ അദ്ദേഹം തള്ളിക്കളയൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിനെങ്കിലും ആ രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ ബാക്കി ഈ പറഞ്ഞ 2 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്ത പോലെ 3 വർഷത്തേക്ക് അദ്ദേഹത്തിന് കൊടുത്താൽ മതിയായിരുന്നു. പെന്തക്കോസും കുന്തവും കുടച്ചക്കറും ഒക്കെ ആണെങ്കിലും ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ് CB മലയിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്കാദമി ചെയർമാൻ്റെ കസേരയിലിരുന്ന പല മഹാന്മാരെക്കാളും യോഗ്യനുമാണ് ആ കസേരയിലിരിക്കാൻ CB മലയിൽ. ഒന്നും പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരേ ഒരു തവണ എന്നെ പരിഗണിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു CB മലയിൽ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയുടെ കമ്മിറ്റിയിൽ കയറിപ്പറ്റാനും, അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് CPI സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനും ഒക്കെ മടിയില്ലാത്തൊരു മഹാൻ അക്കാദമി ആകാനുള്ള കളി തുടങ്ങിയെന്ന് സത്യക്രിസ്ത്യാനിയായ CB മലയിൽ അന്ന് അറിഞ്ഞതേയില്ല. ഞാൻ എല്ലാം അനുഭവത്തിലൂടെ പറയുന്നതാണ്. അബ്ദുൽ നാസർ മദനി ഏതോ ഒരു രണ്ടതാണിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് വാശി പിടിച്ചതിനാലാണ് അന്ന് പാർലമെൻറ്റ് സീറ്റ് കപ്പനും ചുണ്ടിനും ഇടയിൽ ഈ മഹാനെ തെറിച്ചത്. ഞാൻ കള്ളം പറയുന്നതാണ്. CPIയിൽ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. എന്നെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ ഇലക്ഷന് നിൽക്കുകയാണ്, അതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്തതിൻ്റെ മൊത്തം ചുമതല ദിനേശ് ഏക്കണമെന്ന് എന്നെ പറഞ്ഞതാണ്. പക്ഷേ വാക്കാലായതുകൊണ്ട് ഇനി മാറ്റി പറയാമല്ലോ വേണമെങ്കിൽ. ഇടതുപക്ഷം ജയിക്കുകയും അച്യുതാനന്ദൻ ഒരു 2 വർഷം കൂടി മുഖ്യമന്ത്രിയാകും എന്നൊക്കെ സ്വപ്നം കണ്ടവരെ തെറിപ്പിച്ച് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അന്ന് ഈ മഹാൻ ഫെഫ്ക നേതാവിൻ്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലെത്തി. അത് ഈ ചെയർമാൻ ആയ ആൾ വേന്ദ്രനാണല്ലോ. അടുക്കള വഴി എങ്ങനെ പോകണമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട്
ഫെഫ്കയുടെ ചെയർമാനെയും വിളിച്ചുകൊണ്ട്, അല്ല ഫെഫ്കയുടെ തലവനെയും വിളിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിൽ അടുക്കള വഴി കയറി. അന്ന് ക്ലിഫ് ഹൗസിൽ അടുക്കള വഴി കയറാൻ നേതാവിന് ഈ ഫെഫ്കയുടെ നേതാവിന് കഴിയുമായിരുന്നു. ഇപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ല അവിടെ. ക്ലിഫ് ഹൗസിലൂടെ ചെയർമാൻ സീറ്റ് ഈ അവസരവാദി ഉറപ്പിച്ചു. ഇതറിഞ്ഞ സിബി മലയിൽ വലിയ നിരാശനായി. ഫെഫ്ക നേതാവ് സംഗതി അറിഞ്ഞു. ഇപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ നേതാവ് പറയും, ആ ദിനേശിന് വട്ടാണ്, ഞാനോ സിബിച്ചനോ അറിഞ്ഞതേ അല്ല എന്ന് പറയുമായിരിക്കും. നേതാവ് പറഞ്ഞാലും സിബി പറയുമെന്ന് എനിക്ക് തോന്നില്ല. ഫെഫ്കയുടെ പാച്ചുവും ഗോപാലനുമായതിനാൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും താൻ കൂടി ചേർന്ന് അവസരവാദിയായ ഒരാളെ അക്കാഡമിയുടെ ചെയർമാനായി വാഴിക്കാൻ പോയതിൽ ഫെഫ്കയുടെ നേതാവിന് അന്ന് നല്ല കുണ്ഠിതം ഉണ്ടായിരുന്നു. ഉള്ളതുപോലെ പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത്. അന്ന് അയാൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സിബിച്ചൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു എന്ന് എൻ്റെ കൂടെ പറഞ്ഞതാണ്. വിഷയം എൻ്റെ കോർട്ടിൽ വന്നു. എടാ, നീ ആരുടെ മലയാള സിനിമയിൽ നിൻ്റെ കോർട്ടിൽ വരാൻ? ഫെഫ്കയുടെ നേതാക്കളെന്നൊക്കെ പറഞ്ഞ സിബി മലയിലായാലും ബാക്കിയുള്ളവന്മാർ, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ എൻ്റെ പേര് എല്ലാവരും കേസ് കൊടുത്തിരിക്കില്ല. അതുകൊണ്ട് ഇനി പേര് പറഞ്ഞ് പ്രശ്നമാവണ്ട. സിബി മലയിൽ കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവന് ചുമ്മാ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ദിനേശ് കള്ളം പറയണതാണെന്ന് പറയും. പക്ഷേ അന്ന് ഈ വിഷയം സിബി മലയിലിന് ചെയർമാനാകാൻ പറ്റാതെ പോയതിൻ്റെ നിരാശയും മറ്റേയാൾ അടുക്കള വഴി കയറിയതും ഒക്കെ എൻ്റെ കോർട്ടിലാണ് വന്ന് വീണത്. സത്യമായും ദിനേശ്, സിബിച്ചന് ഇങ്ങനൊരാഗ്രഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നുവെന്ന് ഫെഫ്കയുടെ നേതാവ് പറഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സിബിച്ചൻ്റെ ഒപ്പമല്ലേ നിൽക്കൂ. ചെയർമാൻ്റെ ഉടുപ്പ് തച്ചവനോട് വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേനെ. സിബിച്ചൻ ഇത്തവണ ഇരിക്കണം, നിങ്ങളെ അടുത്ത ടൈമിൽ നോക്കാമെന്ന് ഞാൻ പറഞ്ഞേനെ എന്ന് ഈ നേതാവ് എന്നോട് പറഞ്ഞതാണ്. നിങ്ങൾ കാര്യം തുറന്ന് സിബി മലയിലിനോട് സംസാരിക്കുക എന്നായി ഞാൻ. എന്നെ കൊണ്ടത് പറ്റില്ല ദിനേശ്, പ്ലീസ് നിങ്ങളൊന്ന് സിബി മലയിലായിട്ടൊന്ന് സിബിച്ചനുമായിട്ടൊന്ന് സംസാരിക്കുക. KSFDCയുടെ ചെയർമാനാവണമെങ്കിൽ ആക്കാം, സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാനാക്കണമെങ്കിൽ അതിലും ആക്കാം. ആ 2 ചെയർമാൻഷിപ്പിൽ ഏത് വേണമെങ്കിലും പുള്ളിക്ക് കൊടുക്കാം. ഇത് മറ്റേ ആളിന് കൊടുത്തു, അവസരവാദിക്ക് കൊടുത്തുപോയി. ഇത് കണ്ടിരിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, ഫെഫ്ക എന്ന സംഘടനയ്ക്കായി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കാൻ എൻ്റെ ഭാര്യയെ അടക്കം അനാവശ്യം പറഞ്ഞ ഊമക്കത്ത് അയച്ച് മലയാള സിനിമയിൽ മുഴുവൻ ഊമക്കത്ത് അയക്കുന്ന വീരനെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലെടുത്ത് സ്വന്തം വീട്ടിൽ ശല്യമുണ്ടാകാതിരിക്കാൻ എന്നെ കുരുതി കൊടുത്തവനാണ് ഈ യൂണിയൻ നേതാവ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാനത് മറക്കില്ല. അയാളുടെ വീട്ടിൽ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഈ ഊമക്കത്തയക്കുന്ന, ഊമ പോസ്റ്റർ ഒട്ടിക്കുന്ന, ഊമ ഫോൺ കോൾ വിളിച്ച് അനാവശ്യം പറയുന്നവനെ ഫെഫ്കയുടെ എക്സിക്യൂട്ടീവിലെടുത്തു. അതാണ് ഞാൻ ഫെഫ്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണം. എന്നിട്ടിപ്പോൾ എനിക്കെതിരെ മാനനഷ്ട കേസും നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ പൂട്ടിക്കണം എന്നും പറഞ്ഞും എറണാകുളത്ത് 2 കേസാണ് ഈ ഫെഫ്കയുടെ നേതാവ് കൊടുത്തിരിക്കുന്നത്. അതുപോട്ടെ, വിഷയത്തിലേക്ക് തന്നെ വരാം. ഞാൻ സിബി മലയിലിനെ പോയി കണ്ടു, നടന്ന കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. അങ്ങേക്ക് താല്പര്യമുണ്ട് ഈ അക്കാഡമി ചെയർമാൻ പോസ്റ്റെന്ന് ഒരു വാക്ക് നേതാവിനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും താങ്കൾക്ക് ആ സീറ്റ് ഉറപ്പിച്ചൻ. അതുപോട്ടെ, KSFDCയുടെ ചെയർമാൻ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ, ഇതിലേത് വേണം അങ്ങേക്കെന്ന് ഞാൻ ചോദിച്ചു. നിസ്സംഗനായി സിബി മലയിൽ ചിരിച്ചു. എനിക്കിത് രണ്ടും വേണ്ട ദിനേശ്. എന്നായാലും എനിക്കൊരു ടൈം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പാച്ചും ഗോപാലിനും ഇതൊക്കെ തള്ളി പറയാം. ഇവരിപ്പം സിബി മലയിലും മറ്റേ നേതാവും പാച്ചും ഗോപാലിനായിട്ട് കളിക്കുകയാണല്ലോ. വേണമെങ്കിൽ 2 പേരും കൂടെ പറയും, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയും. ദിനേശൻ ആരാ അങ്ങനെ വല്ലതും വേണേല്? ഞങ്ങൾക്ക് പി രാജീവിനെ, അന്ന് എന്താ പറയുക, എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് പി രാജീവ്, നമ്മുടെ മന്ത്രി. പി രാജീവിനെ നേരിക്കണ്ട് പറഞ്ഞാൽ പോരെയെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ചോദിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയാണെന്നും തോന്നാം. ഇവിടെ വേണമെങ്കിൽ ഞാൻ മറ്റൊരു ഉപകഥ, ഇതിൻ്റെ വേറൊരു കഥ പറയാം. ചോറിങ്ങും കൂറങ്ങും എന്ന് പറഞ്ഞ കണക്ക് മലയാള സിനിമയിലുള്ള ശ്രദ്ധേയനായ ഒരുത്തന് ഫെഫ്ക നേതാവിനെ നേരിൽ കാണുന്നത് പോലും ചതുർത്ഥിയാണ്. അയാൾക്ക് ഇഷ്ടമല്ല. കാണുമ്പോൾ ഉണ്ണി സാറേ തേങ്ങ എന്നൊക്കെ വിളിക്കും. പക്ഷേ അവനിഷ്ടമല്ല ഇദ്ദേഹത്തെ. വിഗും റോസ് പൗഡറും അടിച്ച് സർവത്ര കൂതറത്തനം കാണിക്കുന്ന മഹാനാണ് ഈ പറഞ്ഞവൻ്റെ മാനസ ഗുരു. അയാളെയാണ് ആരാധിക്കുന്നത്. ഒരിക്കൽ ഞാനും ഈ പറഞ്ഞ ആളും കൂടി എറണാകുളം വഴി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കാറിൽ. കലൂരെത്തിയപ്പോൾ
ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എനിക്കൊന്ന് കയറണം എന്ന് എൻ്റെ കൂടെയുള്ള മഹാൻ പറഞ്ഞു. പി രാജീവാണ് അന്ന് ജില്ലാ സെക്രട്ടറി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും പി രാജീവും ഈ പറഞ്ഞ സിനിമാക്കാരനും ഒരു കാലത്ത് ഒന്നിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ കയറി ചെന്നു, കുറേ നേരം സംസാരിച്ചു. എൻ്റെ കൂടെയുള്ള മഹാൻ വർത്തമാനത്തിൻ്റെ ട്രാക്ക് മാറ്റി. സഖാവേ, ഈ ഫെഫ്ക നേതാവ് വലിയ ധാർഷ്ട്യക്കാരനാണ്. പഴയ നേതാവില്ലേ, ഏത് ഈ വിഗും പൗഡറൊക്കെ അടിച്ച് നടക്കുന്നവൻ, തങ്കപ്പെട്ട മനുഷ്യനാണ്. പുകച്ച് ചാടിച്ചതാ ഈ അധികാരമോഹി എന്നൊക്കെ വച്ച് കാച്ചയാണ് രാജീവിൻ്റെ. ഞാനിരിക്കുമ്പോൾ പി രാജീവ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാനൊന്ന് ചിരിച്ചു. അർത്ഥഗർഭമായ ആ ചിരി രാജീവിന് മനസ്സിലായി കാണും. എന്താ ചിരിക്കുന്നത്? എൻ്റെ സ്നേഹിതൻ്റെ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും എന്നായി പി രാജീവ്. അല്ല, ഇവനെ ഫെഫ്ക നേതാവിന് വിശ്വാസമില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ കാരണം ഈ പറഞ്ഞ റോസ് പൗഡർ നേതാവിൻ്റെ ആരാധകനാണ് ഇവൻ എന്ന് എല്ലാവർക്കും അറിയാം. ഈ റോസ് പൗഡർ നേതാവ് സിനിമയുടെ എല്ലാ കൊള്ളരുതായ്മയുടെയും വിളനിലമാണ്. മാക്ട ഫെഡറേഷൻ തീർന്നതും ഫെഫ്ക ജനിച്ചതും ഈ പറഞ്ഞവൻ്റെ ഗുണമതികാര്യം കൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഞാൻ വെച്ചങ്ങ് കാച്ചി. ഫെഫ്കയുടെ നേതൃത്വം രഞ്ജിത്തിനെ അടക്കം ഏറ്റെടുക്കാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇതൊന്നും റെക്കോർഡിലില്ലെങ്കിലും എനിക്കറിയാവുന്നതാണ്. മാക്ട ഫെഡറേഷൻ പൊളിച്ച് ഫെഫ്ക ഉണ്ടാക്കിയപ്പോൾ അതിലാദ്യം രാജിവെച്ച രഞ്ജിത്തിനോട് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആവാൻ പറഞ്ഞതാണ്. പക്ഷേ രഞ്ജിത്ത് പറഞ്ഞു വേറെ പണിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ആരും ഏറ്റില്ല. തെക്ക് വടക്ക് നടക്കുന്ന ഈ റോസ് പൗഡർ നേതാവിനിപ്പം നടന്ന എല്ലാ കളികളും പഠിച്ച ശേഷം ഞങ്ങളോടൊപ്പം മറുകണ്ഠം ചാടിയവനാണ് ഇപ്പോൾ ഫെഫ്കയുടെ നേതാവ്. അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ റോസ് പൗഡർ ഇട്ട് വിഗും വെച്ച് നടക്കുന്നവൻ്റെ കൊള്ളരുതായ്മയ്ക്കെല്ലാം കൂട്ടുനിന്ന് കൂടെ നടന്നവനാണ്. പക്ഷേ ഫെഫ്ക ഫെഡറേഷൻ പൊളിയും, ഇവിടെ മാക്ട ഫെഡറേഷൻ പൊളിയും, ഇവിടെ ഫെഫ്ക ഉണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ ഒന്നും മടിക്കാതെ അവിടുന്ന് മറുകണ്ഠം ചാടി വന്നതാണ്. പക്ഷേ ഇവിടെ ഒരാളും രഞ്ജിത്ത് അടക്കം രഞ്ജി പണിക്കരടക്കം ആരും ഈ പോസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തത്. പക്ഷേ അദ്ദേഹം അത് വളരെ മനോഹരമായി കൊണ്ടു കിടക്കുന്നു എന്നുള്ളത് 100% അംഗീകരിക്കണം. കാരണം രാത്രി ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിളിക്കണം, സാറേ നമ്മുടെ യൂണിറ്റിലുള്ള മറ്റേ ചെല്ലപ്പയില്ലേ, ചെല്ലപ്പൻ്റെ മൂത്രത്തിൽ ചെറിയ മഞ്ഞ നിറമുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളപ്പം തന്നെ ഏർപ്പാട് ചെയ്യും, ഏതെങ്കിലും ഒരു ആശുപത്രി അഡ്മിറ്റ് ചെയ്യും, ഞാനവിടെ വിളിച്ച് പറയാം. സാറേ ബാറിൽ വെള്ളം അടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴേ ഒരുത്തനായിട്ട് നമ്മളെ നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനും ഒരു അടി കൂടി സാറേ ഫിറ്റായപ്പോൾ, അവനെ പിടിച്ച് അകത്തിട്ടേക്കണം സാറേ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാതിരാത്രി നോക്കിയില്ല, ഇദ്ദേഹം പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വേണ്ടത് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന തൊഴിലാളികളുടെ പക്ഷം നിൽക്കുന്ന ആൾ തന്നെയാണ് എനിക്കിട്ട് പാര വെച്ചെങ്കിലും എനിക്കെതിരെ മാനനഷ്ട കേസടക്കം കൊടുത്തെങ്കിലും ഈ ഫെഫ്ക നേതാവ്. എൻ്റെ മറുപടി പി രാജീവിന് ഉൾക്കൊള്ളാനായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, സഖാവേ, ഈ പറയുന്ന ഫെഫ്കയുടെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവൻ എന്ത് ബോർഡെന്ന് പറഞ്ഞാലും അയാൾ വിദ്യാഭ്യാസമുള്ള CPM-കാരനായ കാര്യങ്ങൾ അറിയാവുന്നവൻ തന്നെയാണ് എന്ന് ഞാൻ അടിച്ചങ്ങ് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഫെഫ്ക നേതാവിന് പാരപണിയാൻ വന്നവൻ എന്നെ ഇങ്ങനെ നോക്കുക രൂക്ഷമായിട്ട്, കൂടെ ചെന്നിട്ട് പാര വയ്ക്കുമെന്ന് വിചാരിച്ചില്ല. ആദ്യമായാണ് ഞാൻ പി രാജീവിനെ കണ്ട കഥ ഇപ്പോൾ പുറത്ത് പറയുന്നത്. ഇനി രാജീവ് തന്നെ പറയുമെന്നോ അയ്യോ അങ്ങനെയൊന്നും എന്നെ കാണാൻ വന്നിട്ടില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കഥ വീണ്ടും വഴിമാറിപ്പോയി. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴും സിബി മലയിൽ ആശിച്ചിരിക്കാം ഇത്തവണ തന്നെ ഓർക്കുമെന്ന് പറയാൻ മറന്നു. സിബി മലയിൽ സ്വപ്നം കണ്ട പോസ്റ്റാണ് അടുക്കള വഴി എനിക്ക് ഫെഫ്ക നേതാവ് ഒപ്പിച്ച് തന്നത് എന്ന കാര്യം അവസരവാദിയായ ഒന്നാം പിണറായി സർക്കാരിലെ കാലത്ത് അക്കാദമി ചെയർമാനായ സംവിധായകൻ ഞാൻ വഴി തന്നെ അറിഞ്ഞു. ഞാനന്ന് നല്ല ബന്ധമായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ സിബി സാറിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ആ പോസ്റ്റിലാണേ താങ്കളിപ്പോൾ ഇരിക്കണമെന്ന്. അങ്ങനൊരു മോഹം സിബിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നോടടക്കം പറയണമായിരുന്നല്ലോ എന്നായി ഇദ്ദേഹം. താങ്കൾ ഇത്ര നേരത്തെ നമ്മുടെ ഫെഫ്കയുടെ നേതാവിനെയും കൂട്ടി അടുക്കള വഴി കയറുമെന്ന് സിബി മലയിൽ ചിന്തിച്ച് കാണില്ല എന്ന് ഞാൻ തുറന്നങ്ങ് മറുപടി പറഞ്ഞു. അവിടെ മുതൽ ഇയാളൊരു കളി കളിച്ചു. സിബിയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എടുപ്പിച്ചു. എന്നിട്ട് തന്നോളം തന്നെ സ്വാതന്ത്ര്യം സിബി മലയിലിന് കൊടുത്തു. നമ്മൾ ദോഷം പറയാൻ പാടില്ലല്ലോ. അയാളിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ സിബി മലയിലിനെ കൂടെ കൊണ്ടുപോകും. അവിടെ ചെന്ന് 5 സ്റ്റാർ ഹോട്ടലിലാണ് റൂം എടുക്കുന്നെങ്കിൽ സിബി മലയിലിന് വേണ്ടി റൂം എടുത്ത് കൊടുക്കും. ഒരു പത്രസമ്മേളനം ചെയർമാൻ നടത്തുകയാണെങ്കിൽ അടുത്തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കും. അങ്ങനെ ഒരു ചെയർമാനായിട്ട് തന്നെയാണ് സിബി മലയിൽ ആ കാലത്ത് നടന്നത്. 5 വർഷവും ചെല്ലും ചെലവും എന്ന് തന്നെ പറയാം. ഒരു യാത്ര ഞാൻ പറഞ്ഞല്ലോ, ചെയർമാൻ പോയാൽ
കൂടെ എപ്പോഴും ഡബിൾ റോളിലേ നമുക്ക് കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് നടന്നിരുന്നത്. വലിയ അലോസരമില്ലാതെ 5 വർഷക്കാലം അവർ ചക്കി ഈച്ചയായിട്ട് തന്നെ നടന്നു. 5 വർഷവും ചില്ലറ ദിവസവും ഒന്നിച്ച് തന്നെ അവർ നടന്നു. രണ്ടാം പിണറായിയുടെ സർക്കാർ വന്നു. ഇത്തവണ തൻ്റെ കാര്യം ഉറപ്പെന്ന് പാവം സിബി മലയിൽ ധരിച്ചിരിക്കാം. അപ്പോഴാണ് കോഴിക്കോട് സീറ്റിൽ രഞ്ജിത്ത് തമ്പ്രാനാണ് മത്സരിക്കുന്നതെന്ന വാർത്ത പടരുകയും അവസാനം ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പിൽ പ്രദീപ് കുമാർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. ഇയാളെ കളഞ്ഞു, കൊടുത്തില്ല. പകരം രഞ്ജിത്തിനെ തണുപ്പിക്കാനായി അക്കാഡമി ചെയർമാനാക്കി പ്രശ്നം പരിഹരിച്ചു. അങ്ങനെയാണ് രഞ്ജിത്ത് വന്നത്. അപ്പോഴും സിബി മലയിൽ ഔട്ടായി. രഞ്ജിത്ത് വച്ചൊഴിഞ്ഞപ്പോൾ അപ്പോഴെങ്കിലും സിബി മലയിലിൻ്റെ പേര് ഫെഫ്കയ്ക്കെങ്കിലും വയ്ക്കാമായിരുന്നു. പക്ഷേ സിബിയുടെ കഷ്ടകാലം കൊണ്ട് പഴയ അടുക്കള വഴിയുള്ള യാത്ര എന്തോ കാരണത്താൽ പിണറായി അടച്ചു. അങ്ങനെ പ്രേംകുമാറിന് നേർക്ക് വീണു. വൈസ് ചെയർമാൻ്റെ ചുമതല കൊടുത്തു. നാളെയോ മറ്റന്നാളോ സിബി മലയിലോ മറ്റോ വരും. അതുവരെ പ്രസിഡൻ്റായി ടെമ്പററി ചുമതല എന്ന് പ്രേംകുമാർ കരുതി. പ്രേംകുമാർ അങ്ങനെ കരുതിയത്. ഇത് ഉറപ്പുള്ള സീറ്റല്ല, 5-6 ദിവസത്തേക്ക് നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നു എന്നാണ് കരുതിയത്. നന്നായി കാര്യങ്ങൾ പ്രേംകുമാർ കൊണ്ടുപോയി. 29ാം ഫിലിം ഫെസ്റ്റിവൽ കുറ്റമറ്റ നിലയിൽ ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ പ്രേംകുമാർ നടത്തി. പക്ഷേ സത്യം ഒളിപ്പിച്ചു വയ്ക്കാനാവില്ലല്ലോ. ചുമതലക്കാരൻ പ്രേംകുമാറിനെ മന്ത്രി സജി ചെറിയാൻ അത്ര സൂചിച്ചിരുന്നില്ല. പ്രേമൻ്റെ ചോദിച്ചാൽ പ്രേം പറയില്ല എന്ന്. സജി ചെറിയാൻ ഏത് കാര്യങ്ങളും അജോയ് ചന്ദ്രൻ വഴി, നമ്മുടെ അക്കാഡമിയുടെ സെക്രട്ടറി വഴിയാണ് പ്രേമനെ അറിയിക്കാറ്. പ്രേമനോട് എന്തോ ഒരു അതൃപ്തി സജി ചെറിയാനുണ്ടായിരുന്നു. എല്ലാം സെക്രട്ടറി അജോയ് ചന്ദ്രൻ വഴി പോട്ടെ എന്ന് എന്തുകൊണ്ടോ അദ്ദേഹം തീരുമാനിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രേമൻ പൊന്നാട അണിയിക്കാനും പൈങ്കിളി പരമ്പരകൾക്കെതിരെ സംസാരിക്കാനും ഒക്കെ അങ്ങ് നടന്നു ചെയർമാനായിട്ട്. ഒന്നിലും മറയില്ലാതെ പൈങ്കിളി സീരിയലിനെതിരെയൊക്കെ പച്ചയ്ക്ക് സംസാരിച്ചല്ലോ. അതുപോലെ എവിടെ പോകണമെങ്കിലും ഏത് ഫംഗ്ഷന് വിളിച്ചാലും പൊന്നാട അണിയിക്കാൻ പ്രേമം പോകും. അതുപോലെ ആര് മരിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൊക്കെ കൊണ്ടൊന്ന് വയ്ക്കാൻ പോകും. സത്യം പറഞ്ഞാൽ പ്രേമനും അടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. അക്കാഡമി ചെയർമാൻ്റെ ചുമതല മാത്രമേ പ്രേമനുള്ളൂ. ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. റസൂൽ പൂക്കുട്ടി ചെയർമാനായി എന്നറിഞ്ഞപ്പോൾ ഞാൻ പ്രേംകുമാറിനെ വിളിച്ചു നോക്കി, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി അറിയാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തുകൊണ്ടോ പ്രേംകുമാർ ഫോൺ എടുക്കുന്നില്ല. ഇനി ഞാൻ വല്ല പുലുവാലി ഒപ്പിക്കുമോ എന്ന് കൗശലക്കാരനായ ലംബു പ്രേമന് തോന്നിക്കാണും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു ചോർത്തി റെക്കോർഡ് ചെയ്ത് വച്ചലക്കിയാൽ പ്രേമന് പുലുവാലാവുമല്ലോ. റസൂൽ പൂക്കുട്ടി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് നൈസിലെ പ്രേമൻ ഒഴിഞ്ഞു എന്നാണ് ചാനലുകളെല്ലാം പറഞ്ഞത്. അയാൾ അറിയിച്ചില്ല, അതുകൊണ്ടാണ് അയാൾ പോവാത്തത്. ഡിസംബറിൽ നടക്കുന്ന 30ാമത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ രൂപീകരണ കമ്മിറ്റിയും നമ്മളിത് ചിത്രീകരിക്കുന്ന ദിവസമായിരുന്നു. പ്രേമനെ അവിടെ വിളിച്ചു. കാഴ്ചക്കാരനായി പ്രേമൻ സദസ്സിലിരുന്നു. പ്രേമനെ നോക്കി സജി ചെറിയാൻ ഒരു ചെറിയ എല്ലും കഷ്ണം ഇട്ടിട്ടുണ്ട് ഇന്ന് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആഘോഷ കമ്മിറ്റി നടക്കുന്നിടത്ത്. പണി നന്നായി മേശരി, പക്ഷേ നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞെങ്കിലും പ്രേമനെ പദവികൾ കാത്തിരിപ്പുണ്ട് എന്നൊരു എല്ലും കഷ്ണം സജി ചെറിയാൻ മൈക്കിലൂടെ എറിഞ്ഞു. ഞങ്ങൾ പ്രേമനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, പ്രേമനെ വലിയ വലിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നൊരു എറിഞ്ഞു. കാരണം പ്രേമമൊന്നും പറയാതിരിക്കാനായിരിക്കാം. പ്രേംകുമാർ അതിൽ കയറി കൊത്തിയോ എന്നെനിക്കറിയില്ല. ആത്മാഭിമാനം എന്നൊരു സാധനം കൈമോശം വന്നിട്ടില്ല എങ്കിൽ സജി ചെറിയാൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണിച്ച സംസ്കാരമില്ലാത്ത ചെയ്തിയിൽ പ്രതിഷേധിച്ച് എന്തെങ്കിലും നക്കും നുണയും വെച്ച് നീട്ടിയാൽ പ്രേമൻ അതിന് വഴങ്ങരുത് എന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്തായ പ്രേംകുമാറിനോട് പറയാനുള്ളത്. ചെയർമാൻ്റെ ബോർഡും വെച്ച് പ്രേമൻ നടന്നു എന്നേ ഉള്ളൂ. ചെയർമാൻ്റെ ശമ്പളം 75,000 രൂപയാണ് അക്കാഡമിയിൽ. പക്ഷേ അത് പ്രേമന് കൊടുക്കില്ല. ഒരു സീരിയൽ പ്രേമനിപ്പോൾ അഭിനയിക്കാൻ പോയാൽ ഒരു ദിവസം കിട്ടാവുന്ന തുക പോലും അക്കാഡമിയുടെ ചെയർമാൻ്റെ പോസ്റ്റ് വഹിച്ചിരുന്ന പ്രേമനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കുള്ള ശമ്പളം പോലും വൈസ് ചെയർമാനായ പ്രേമനില്ലായിരുന്നു. വെറും 10,000 രൂപയാണ് ഈ ചെയർമാൻ്റെ പോസ്റ്റിലിരിക്കുന്ന പ്രേംകുമാറിന് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ചു, പ്രേമ ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിക്കുമ്പോൾ മിനിമം ഒരു 15,000 രൂപ കിട്ടും ദിവസം. അയാൾക്കാണ് 30 ദിവസം മുട്ടയിട്ടാൽ 10,000 ഉലുവ ആണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് കൊടുക്കണേ. അയാൾക്ക് ചെയർമാൻ്റെ ഒരു ആനുകൂല്യവും അയാൾക്ക് കൊടുത്തില്ല. ചെയർമാൻ്റെ പോസ്റ്റ് അല്ലല്ലോ, അയാൾ ചുമതല മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നിറവുള്ള പ്രേമൻ ഭംഗിയായി ആ പോസ്റ്റ് കൊണ്ട് നടന്നു. പ്രേമൻ അടക്കം നിശ്ചയിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നവംബർ 1-ാം തീയതി ശനിയാഴ്ച നടത്താനിരുന്നതാണ്. നമ്മളെ പ്രകാശ് രാജിനെയൊക്കെ കൊണ്ടുവന്നാണല്ലോ ഇത്തവണ ഭംഗിയായിട്ട്
നടത്തി. രഞ്ജിത്ത് പറഞ്ഞതുപോലെ മത്സരം നടക്കുന്നതിനിടയിൽ ജൂറിമാരെ സ്വാധീനിക്കാൻ ഒന്നിനും പ്രേമം പോയിട്ടില്ല, ആരും പരാതി പറഞ്ഞുമില്ല. ജൂറി ചെയർമാൻ പ്രകാശ് രാജിൻ്റെ അസൗകര്യം കാരണം തിങ്കളാഴ്ച, നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് ബുധനാഴ്ചയാണ്, പക്ഷേ തിങ്കളാഴ്ച തൃശ്ശൂരിൽ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. 3 ദിവസത്തേക്ക് കൂടിയെങ്കിലും പ്രേംകുമാർ ഇരിക്കട്ടെ എന്ന് ക്ഷമ കാണിക്കാൻ പറ്റാത്തത്ര ധൃതി കൊണ്ടാകും സർക്കാർ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറയും. പ്രേമൻ നിശ്ചയിച്ച ജൂറി അവാർഡ് പ്രഖ്യാപിക്കുന്നത് വരെ എങ്കിലും പ്രേമനെ ഇരുത്താമായിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് അക്കാഡമി ഓഫീസിലേക്ക് കഴക്കൂട്ടംകാരനായ പ്രേംകുമാറിന് വരാൻ മിനിറ്റുകൾ മതി. 24 മണിക്കൂർ 48 മണിക്കൂറായാൽ തികയാത്തത്ര തിരക്കുള്ള റസൂൽ പൂക്കുട്ടി ബോംബെയിൽ നിന്ന് ഒരു 10 തവണ ബിസിനസ് ക്ലാസ്സിൽ വന്നു പോയാൽ അക്കാഡമിയുടെ അണ്ടം കീറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പൂക്കുട്ടിയോട് പറയുമോ ജനറൽ സീറ്റിൽ വരാവൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാൾ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ വരും. ഇവിടെ 5 സ്റ്റാറിലോ 7 സ്റ്റാറിലോ അല്ലേ അയാൾ താമസിക്കുള്ളൂ അയാളുടെ ഇന്നത്തെ പൊസിഷൻ വെച്ച്. അങ്ങനെ ഒരു 10 തവണ മാസം വന്നാൽ എത്ര രൂപ അക്കാഡമിക്ക് പോകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. അയാൾക്ക് എന്തായാലും 5 ദിവസം 10 ദിവസം ഒന്നും ഇവിടെ കയറി നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കുള്ള ആളാണ്. അപ്പോൾ അക്കാഡമി ഒരു പരുവമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സാരമില്ല, ഒരു ഫെസ്റ്റിവൽ കഴിയുമ്പോൾ കോടികൾ അടിച്ചു പൊളിച്ച് കളയുന്നിടത്ത് എന്ത് ബിസിനസ് ക്ലാസ് എന്ന് ചിലപ്പോൾ സജി ചെറിയാനൊക്കെ ചിന്തിക്കുമായിരിക്കും. കുട്ടിയെ വിദേശത്ത് ചെലവും കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് വിദേശത്തെ KS ഗോപാലകൃഷ്ണന്മാരും റോഷന്മാരും എടുക്കുന്ന കൂതറ പടങ്ങൾ ലക്ഷങ്ങൾ വിലയിട്ട് കോടികൾ തട്ടുന്ന അക്കാഡമിയിൽ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ശബരിമലയിലെ ദ്വാരപാലകന്മാരെ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ എന്തോ ഒരു മുരാരി ബാബു മുരാരിയൊക്കെ ആയതിനേക്കാൾ വലിയ കളികളാവും. കാരണം അവരൊക്കെ വെറും ശിശുക്കളാണെന്ന് നമുക്ക് തോന്നും. അക്കാഡമിയുടെ 30 വർഷത്തെ കണക്കെടുപ്പ് 29 വർഷത്തെ കണക്കെടുപ്പ് എടുത്താൽ ഞെട്ടിക്കുന്ന പലതും വരുമെന്ന് ഞാൻ പറയും. കാരണം LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഒരേ മുഖങ്ങളാണ് ഫിലിം ഫെസ്റ്റിവലിലും അക്കാഡമിയിലും ഒക്കെ ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സ്റ്റേജ് കെട്ടുന്നവൻ, പുസ്തകം അടിക്കുന്നവൻ, സഞ്ചി ഉണ്ടാക്കുന്നവൻ, ആട്ടോ ഓടിക്കുന്നവൻ, പ്ലാസ്റ്റിക് കസേര നിരത്തുന്നവൻ, ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നവൻ, ആഹാരം ഉണ്ടാക്കുന്നവൻ തുടങ്ങി സർവത്ര പേരിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന, കള്ളപ്പേരിൽ കൊട്ടേഷൻ നൽകി വർക്ക് പിടിക്കുന്ന ഒരേ മുഖങ്ങളാണ് കഴിഞ്ഞ 29 വർഷമായി അക്കാഡമിയിൽ ഈ കാശ് കൊള്ളയടിക്കുന്നതെന്ന് ഞാൻ പറയും. അതാണ് നടക്കുന്നത് അവിടെ. ഇപ്പോൾ പിണറായി വിജയൻ കക്കില്ല എന്ന് പറഞ്ഞ് അന്തസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളുടെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയിൽ കഴിഞ്ഞ 29 വർഷമായി നടക്കുന്നതൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഏതെങ്കിലും നല്ല കണക്കറിയാവുന്ന ആളുകളെ കൊണ്ട് അന്വേഷിച്ച് നോക്കണം. സഖാവ് VSൻ്റെ 3 പൂച്ചകളെ ഇറക്കിയാൽ പോലും കണ്ടുപിടിക്കാനാവാത്ത കളികളാണ് 10-29 വർഷമായി അക്കാഡമിയിൽ നടക്കുന്നത്. ഓൺലൈനിൽ കൊട്ടേഷനുകൾ ക്ഷണിക്കാം എന്ന് തീരുമാനിച്ച സെക്രട്ടറിയെ ചെവി തൂക്കി പുറത്തു കളഞ്ഞ വേന്ദ്രന്മാരാണ് അക്കാഡമിയെ നയിക്കുന്നത്. നമുക്കിനി ഈ കൊട്ടേഷനൊക്കെ ഒരുപാട് അഴിമതിയൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഓൺലൈൻ വഴി ആക്കാം എന്ന് തീരുമാനിച്ച, ഞാൻ പേര് പറയുന്നില്ല കാരണം ആ പേര് പറയുന്ന അദ്ദേഹത്തിനും ഇഷ്ടമല്ല. അദ്ദേഹം അടുത്ത പിണറായി സർക്കാർ വരുമ്പോൾ എന്തെങ്കിലും നക്കുന്നുണയും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്നെ ദൈവം ഇത് ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പലരോടും എന്നോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. ഒരു പോസ്റ്റിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഈ കോടികൾ അടിക്കുന്നവന്മാരുടെ പേരുകൾ കാണേയില്ല. അതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഒരുപാടായി വർത്തമാനം. ഒന്നുകൂടി പറഞ്ഞ് ഇത് നിർത്താം. പ്രേമനെ ഏഷ്യാനെറ്റിലെ കമലേഷ് എന്ന് പറഞ്ഞ റിപ്പോർട്ടറുണ്ടല്ലോ, അദ്ദേഹം ഇദ്ദേഹത്തോട് പറയാതെ റസൂൽ പൂക്കുട്ടിയെ വെച്ചതിനെക്കുറിച്ച് ഒരു ബൈറ്റ് എടുത്തു. അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു. ചലച്ചിത്ര മേള നടത്താൻ തയ്യാറെടുക്കുന്ന സമയം സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞ് താങ്കൾ വർത്തമാനം പറഞ്ഞത് പ്രശ്നമായോ എന്നാണ് കമലേഷിന് സംശയം. അപ്പോൾ പ്രേമം പറയാണ്, ഞാൻ എൻ്റെ ശരികൾ പറഞ്ഞു, അല്ലാതെ ബാക്കിയൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വിയോജിപ്പുണ്ട് പ്രേമ. ആശാ വർക്കർമാർ 22,000 ഉള്ളതിൽ 500 താഴെ ഉള്ളൂ. SUC നേതാവിൻ്റെയും മറ്റു ചിലരുടെയും അനുഗ്രഹ ആശിസ്സുകളോടെ ഒരു സമരം ഇവിടെ 10-250 ദിവസം നടത്തിയല്ലോ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ. 22,000 പേരുള്ളതിൽ 500 പേര് പോലും ഇല്ല. പക്ഷേ ഇവരാണ് ആശാസമരം നടത്തുന്നത്. ഞങ്ങളാണ് ആശമാർ എന്ന് പറഞ്ഞാണല്ലോ അവിടെ SUCക്കാർ നടത്തിയത്. സുരേഷ് ഗോപിയും VD സതീശനും രാഹുൽ മാങ്കൂട്ടും സ്പോൺസർ ചെയ്ത സമരമാണെന്ന് ഞാൻ പറയും. കേന്ദ്ര ഗവൺമെൻറ് രൂപം കൊടുത്ത സ്കീമാണ് ആശ. നിലമ്പൂർ ഇലക്ഷന് സർക്കാരിനെതിരെ വോട്ട് പിടിക്കാൻ പോയ വർഗമാണ് ഈ ആശ സമരം നടത്തിയ വേന്ദ്രത്തികൾ. ത്രിതല പഞ്ചായത്തുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനായി വോട്ട് പിടിക്കാൻ പോകുമെന്ന് പറയുന്ന വിപ്ലവ സിംഹിണികളാണ് ഈ സെക്രട്ടേറിയറ്റിന് ഇടയിൽ സമരം നടത്തിയത്.
സർക്കാർ 1000 രൂപ ഓണറേറിയം ഇപ്പോൾ വർദ്ധിപ്പിച്ചു, സമരം അവസാനിപ്പിച്ചു. അവിടെ സതീശൻ വരുന്നതിന് മുമ്പ് തന്നെ ആ മാങ്കൂട്ടം വന്ന് അക്കച്ചിമാരെ കെട്ടിപ്പിടിച്ചിട്ട് പോയി. ഈ സ്ത്രീകളുടെ ആലോചിച്ച് നോക്കിയേ, ഒരു പരമബോർണായ പെൺവിഷത്തിൽ കൂതറായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരുത്തം വന്ന് സമരം അവസാനിപ്പിക്കുന്നിടത്ത് വന്നപ്പോൾ ഓരോ പെണ്ണുങ്ങളായിട്ട് മത്സരിച്ചാണ് കെട്ടിപ്പിടിക്കുന്നത് അവനെ. എടാ പെണ്ണുപിടി വീര, നീയാണ്ടോ നമ്മളെ കൂടെ നിൽക്കാനുള്ള, ചേർത്ത് നിർത്തേണ്ട നിന്നെയാണെന്ന് പറഞ്ഞാൽ നാണം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഓരോ കൂതറകളായിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഈ ആലവലാതിയെ. രംഗം കണ്ടപ്പോഴെങ്കിലും ഞാൻ ആശാ വർക്കർമാരുടെ സമരത്തിനെ അനുകൂലിച്ചത് തെറ്റായിപ്പോയി എന്ന് പ്രേംകുമാർ പറയണമായിരുന്നു. ഈ സമരം സ്പോൺസേഡ് ആയിരുന്നു എന്ന് പൊതുവിവരം പോലും പ്രേമനില്ലാതെ പോയി. ഒരു പരിധിവരെ അതൊക്കെ ആയിരിക്കാം പ്രേമനെ ഈ സീറ്റിൽ നിന്ന് കളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പ്രേമൻ അത് അങ്ങനെ അത് മനസ്സിലാക്കണമായിരുന്നു ഇവിടെ നടക്കുന്ന നാടകം എന്താണെന്ന്. കമലേഷ് ഇക്കാര്യം ചോദിച്ചപ്പോഴും പ്രേമം പറയുന്നത് അതെൻ്റെ എന്നാണ്. ഒപ്പം അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരാൾ എനിക്ക് ശേഷം വരുന്നതെന്നും ലോക നിലവാരമുള്ള ആളല്ലേ പൂക്കുട്ടി എന്നും ചോദിച്ച് പ്രേമം പതുക്കെ ഏഷ്യാനെറ്റിൽ നിന്ന് അങ്ങ് ഊരി. കമലേഷ് റിപ്പോർട്ട് ചെയ്തത് വായിച്ചിട്ട് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന PG സുരേഷ് കുമാർ പറഞ്ഞത് ഒരു മാന്യനാണ് പ്രേംകുമാർ എന്നായിരുന്നു. കാരണം എന്തറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെറി വിളിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെല്ലാം ഏഷ്യാനെറ്റിന് മാന്യന്മാരായിരിക്കും. ഇപ്പം G സുധാകരൻ മാന്യനാണ്, പ്രേംകുമാർ മാന്യനാണ്. ഇങ്ങനെ ഇവരെ മാന്യന്മാരാക്കി പാർട്ടി വിരുദ്ധന്മാരാക്കി മാറ്റുമെന്നുള്ള സത്യം, പരമമായ സത്യം പ്രേംകുമാർ അറിയണം എന്ന് ഞാൻ പറയും. കാരണം ഏഷ്യാനെറ്റൊക്കെ തരുന്ന ഈ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ പ്രേംകുമാറിനെ പോലുള്ളവർക്ക് പാരയാകും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രേമ, മലയാള മനോരമ സഖാവ് EMSൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ്റെ ഫോട്ടോകളാണ് EMSൻ്റെ ഫോട്ടോകൾ വെച്ചൊരു ഒരു ചിത്ര പ്രദർശനം നടത്താൻ തീരുമാനിച്ചു. ഈ വിവരം EMSനോട് പറയാൻ മനോരമയുടെ ഒരു സംഘം, ജയചന്ദ്രൻ അടക്കമുള്ള സംഘം സഖാവ് EMSൻ്റെ വീട്ടിൽ ചെന്നു, ഫ്ലാറ്റിൽ ചെന്നു. ഒരു നമ്പൂതിരി ഫലിതം പോലെ സഖാവ് EMS അപ്പോൾ പറഞ്ഞ കമൻറ്റ്, എൻ്റെ ഫോട്ടോ എക്സിബിഷൻ നടത്താൻ പോകുന്നത് മലയാള മനോരമയാണ്, അപ്പോൾ ഞാൻ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് സഖാവ് EMS പറഞ്ഞത്. മനോരമ എൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നുവെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം, ശ്രദ്ധാലുവാകണം എന്നാണ് സഖാവ് EMS പറഞ്ഞത്. ഈ കമലേഷൊക്കെ കോലുമായി വരുമ്പോൾ പ്രേമൻ EMS പറഞ്ഞ വാചകം ഓർക്കണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യനായ ആളെ തേടി പലരും ഇനിയും കഴക്കൂട്ടത്ത് വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. പ്രേമൻ സൂക്ഷിക്കണം. കാരണം ഇവരാരും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല വരുന്നത് എന്നുള്ള പരമമായ സത്യം പ്രേമൻ ഓർക്കണം. പ്രേമനോട് സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കാണിച്ചത് വളരെ മോശമായി പോയ ഒരു കലാകാരനെ ഇത്രയും ഇതിനപ്പുറം ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല. അയാളിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് ഞാൻ കേട്ടെ, പ്രേമം വന്ന് ചെയർമാൻ്റെ അക്കാഡമിയിലെ ചെയർമാൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. റസൂൽ പൂക്കുട്ടി സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് കയറി വരുമ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അകത്ത് കയറിയ പുറത്തിറങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ പ്രേമന് പറയാമല്ലോ. കാരണം പ്രേമൻ ആ പോസ്റ്റിൽ ഇരിക്കുകയാണ്, പ്രേമനെ മാറ്റിയിട്ടില്ലല്ലോ. ചെയർമാനായ ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ റൂമിലേക്ക് പൂക്കുട്ടിയല്ല ഇനി ദൈവം തമ്പുരാൻ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? റസൂൽ പൂക്കുട്ടി അതോടെ വച്ച് കെട്ടിപ്പൊക്കളായി. ആ കുഴപ്പമൊന്നും പ്രേമം കാണിച്ചില്ല. അത് അയാൾ മാന്യനായിട്ടാണ്, നല്ല തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ ആ നല്ല തന്തയ്ക്ക് പറഞ്ഞ പ്രേമനോട് അതേ പടി തന്നെ തിരിച്ച് കാണിക്കാത്തത് ചെറ്റത്തരമായി പോയി ഈ സർക്കാർ ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കലാകാരനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. എന്നിട്ട് എല്ലും കഷ്ണം ഇടും പോലെ മൈക്കിൽ നിന്നുകൊണ്ട് സജി ചെറിയാൻ പ്രേമ നിന്നെ ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. വലിയ 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 പോസ്റ്റുകൾ ചിലപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനൊക്കെ ആക്കും. അവിടെ ഇരിക്കുന്നവനെ പറണ്ടിയെടുത്ത് ഇതുപോലെ പറയാതെ പറഞ്ഞു വിട്ടിട്ട് പ്രേമനെ ചെല്ലാൻ പറയും. പക്ഷേ പ്രേമ പോകരുത്. ഈ സർക്കാർ ഇനി ഒരു 6 മാസം കൂടെ ഉള്ളൂ. ആ 6 മാസത്തേക്ക് ഞാനില്ല. അടുത്ത പിണറായി സർക്കാർ വരികയാണെങ്കിൽ അപ്പോൾ വിളിക്കൂ, വരാമെന്നേ പറയാവൂ. അല്ലാതെ ഈ നക്കുന്നുണയും വെച്ച് വിളിച്ചാൽ പ്രേമം പോകരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. നന്ദി, നമസ്കാരം.